ശ്രീ രാഹുൽ ഈശ്വർ, ഈ ക്ഷേത്ര ആചാരങ്ങളാകട്ടെ, വിശ്വാസ പ്രമാണങ്ങളാകട്ടെ, അതിൻ്റെ അടിസ്ഥാനത്തിൽ നിൽക്കുന്ന ആശയധാരകളാകട്ടെ, വിശ്വാസ രീതികളാകട്ടെ, ഇതൊക്കെ തന്നെ കാലാനുസൃതമായ മാറ്റങ്ങൾക്ക് നമ്മൾ വിധേയപ്പെടുത്തിയിട്ടുണ്ട്. അങ്ങനെയാണ് നമ്മൾ പാകതയുള്ള സമൂഹമായി മാറിക്കൊണ്ടിരിക്കുന്നത്. പൂർണ്ണമായി മാറിയെന്നല്ല, പക്ഷേ പുരോഗമന സ്വഭാവമുള്ള പാകതയുള്ള, നേരത്തെ ശ്രീ സണ്ണി എം കബിക്കാട് പറഞ്ഞതുപോലെ മതത്തിനും ജാതിക്കുമൊക്കെ ഉപരിയായി മാനവികതയെ ഉയർത്തിപ്പിടിക്കുന്ന, അതിനോട് ചേർന്ന് നിൽക്കുന്ന പുതിയ ആശയധാരകളൊക്കെ അവതരിപ്പിക്കുന്ന ഒരു സമൂഹമായി നമ്മൾ പരിണമിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ഗുരുദർശനങ്ങൾക്കും ഗുരുദേവനും പ്രാധാന്യം കിട്ടുന്നത് മതാതീതമായ ഒരു സ്പിരിച്വാലിറ്റിയെക്കുറിച്ച്, ആത്മീയതയെക്കുറിച്ച് ഗുരു നൽകിയിട്ടുള്ള ദർശനങ്ങളും മാനവികത എന്ന ആശയത്തിൽ ഊന്നി വേണം മുന്നോട്ട് പോകാൻ, അതാണ് വഴിവിളക്കാവേണ്ടത് എന്ന് ഗുരു പഠിപ്പിച്ച പാഠങ്ങളുമാണ്. ആ സ്മരണ പുതുക്കുന്ന വേദിയിൽ ഇരുന്നു കൊണ്ടാണ് പിണറായി വിജയൻ പറഞ്ഞത്, ഇത് സനാതന ധർമ്മത്തിൻ്റെ വക്താവായി അല്ലെങ്കിൽ പ്രയോക്താവായി ഗുരുവിനെ തട്ടിയെടുക്കാൻ വേണ്ടി ചിലർ ശ്രമിക്കുന്നുണ്ട്. മതത്തിൻ്റെ ഒരു മത നേതാവെന്ന നിലയിലല്ല, മതാതീതമായ മാനവികതയെക്കുറിച്ച് സംസാരിച്ച ഒരു പ്രവാചകൻ എന്ന നിലയിൽ വേണം ഗുരുവിനെ നമ്മൾ സമീപിക്കാനെന്ന്. അതിൻ്റെ കൂട്ടത്തിലാണ് അദ്ദേഹം മുൻപ് പ്രസംഗിച്ച സ്വാമി പറഞ്ഞതിനോട് ചേർത്ത് വെച്ച് അദ്ദേഹം പറഞ്ഞ ആരാധനാലയങ്ങളിൽ മേൽവസ്ത്രം അടിക്കുന്ന നിബന്ധന അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മാറ്റാൻ ശ്രമിച്ചാൽ അതൊരു സാമൂഹ്യ ഇടപെടലായി കണക്കാക്കുമെന്ന്. അതിനോട് പ്രതികരിക്കേണ്ട രീതി വി മുരളീധരൻ പ്രതികരിച്ച രീതിയാണോ? മറ്റു വിശ്വാസ പ്രമാണങ്ങളിൽ ഇത് നടക്കുമോ? ഇത് ആരാണ് പിണറായി വിജയൻ ഇത് പറയാൻ എന്ന ചോദ്യം കൊണ്ടാണോ ഈ ആശയങ്ങളെ നേരിടേണ്ടത്? ശ്രീ ഗോപികൃഷ്ണൻ, ശ്രീനാരായണ ഗുരുദേവൻ സനാതന ധർമ്മത്തിന്റെ ഒരു വക്താവാണോ എന്ന ചോദ്യം പ്രസക്തമല്ല. ശ്രീനാരായണ ഗുരുദേവനാണ് സനാതനധർമ്മം. സനാതനധർമ്മം എന്ന് പറയുന്ന കാലത്തിനതീതമായി നിൽക്കുന്ന, എല്ലാ കാലത്തുമുള്ള നമ്മുടെ ആത്മീയതയുടെ ഏറ്റവും വലിയ ആൾരൂപമാണ് നമ്മുടെ നാട്ടിൽ ശ്രീനാരായണ ഗുരുദേവൻ. അല്ലെങ്കിൽ ഗാന്ധിജി പോലും ശ്രീനാരായണ ഗുരു തൃപ്പാദങ്ങൾ എന്ന് അഭിസംബോധന ചെയ്യുന്ന, കുറച്ചുകൂടെ കൃത്യമായി പറഞ്ഞാൽ ഭാരതകേസരി മന്നത്ത് പത്മനാഭൻ പറയുന്നത്, നമ്മൾ എല്ലാം നായന്മാരും ഈഴവരും നമ്പൂതിരിമാരും പുലേരും ഒക്കെയാണ്, പക്ഷെ ഇന്ന് നമ്മൾ എല്ലാം ശ്രീനാരായണീയരാണ് എന്നാണ് മഹാനായ മന്നത്ത് പത്മനാഭൻ ലോകഗുരുവായ ശ്രീനാരായണ ഗുരുദേവനെ കുറിച്ച് പറയുന്നത്. അതുകൊണ്ട് ശ്രീനാരായണ ഗുരുദേവൻ സനാതനധർമ്മത്തിന്റെ ഒരു പ്രയോക്താവല്ല, ശ്രീനാരായണ ഗുരുദേവനാണ് സനാതനധർമ്മം എന്ന കാര്യത്തിൽ ശ്രീനാരായണ ഗുരുദേവനിൽ വിശ്വസിക്കുന്ന, ശിവഗിരിയിൽ വിശ്വസിക്കുന്ന, ഗുരുദേവ ദർശനത്തിൽ വിശ്വസിക്കുന്ന ഞങ്ങൾ ആർക്കും യാതൊരു സംശയവുമില്ല. അതായത് എല്ലാ മതത്തിനും കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഷയിൽ പറഞ്ഞാൽ മാറുന്ന കുറെ കാര്യങ്ങളുണ്ട്, മാറാത്ത കുറെ കാര്യങ്ങളുണ്ട്. ഈ മാറാത്ത കാര്യങ്ങളെയാണ് നമ്മൾ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് എന്ന് പറയുന്നത്. ഉദാഹരണം ശബരിമലയിലെ നൈഷ്ഠിക ബ്രഹ്മചര്യം, ഇതൊക്കെ എസെൻഷ്യൽ റിലീജിയസ് പ്രാക്ടീസസ് ആണ്. എന്നാൽ മാറുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് സൂപ്പർഫിഷ്യൽ ആണ്, പെരിഫറൽ ആണ്, അല്ലെങ്കിൽ ഉപരിപ്ലവമാണ്. ആ ഉപരിപ്ലവമായ കാര്യങ്ങൾ മാറിക്കോട്ടെ, പക്ഷെ അത് മാറ്റുന്നത് ആരാണ്? അത് മാറ്റുന്നത് മഹാത്മാഗാന്ധിയും വിവേകാനന്ദനും ശ്രീനാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമിയും മഹാത്മാ അയ്യങ്കാളിയും തൈക്കാട് അയ്യാഗുരുവും അല്ലെങ്കിൽ ശുഭാനന്ദ ഗുരുദേവനും വൈകുണ്ഠസ്വാമിയും പണ്ഡിറ്റ് കറപ്പനും അടക്കമുള്ള നമ്മുടെ ഗുരുപരമ്പരകളാണത് മാറ്റേണ്ടത്, അല്ലെങ്കിൽ സാമൂഹിക നേതാക്കളാണ് മാറ്റേണ്ടത്. അങ്ങനെ മാറ്റുന്നതിനോട് പൂർണ്ണമായും യോജിപ്പേ ഉള്ളൂ. സച്ചിദാനന്ദ സ്വാമി പറഞ്ഞൊരു അഭിപ്രായത്തോട് എന്റെ അഭിപ്രായം പറയാൻ പോലും യോഗ്യതയില്ലാത്തൊരു വ്യക്തിയാണ് ഞാൻ. അദ്ദേഹത്തെ പോലൊരു പണ്ഡിതൻ പറയുമ്പോൾ നമ്മളെല്ലാം കേൾക്കുകയും അതിനെക്കുറിച്ച് സംസാരിച്ചൊരു നിലപാടിലേക്ക് എത്തുകയും ചെയ്യും. പക്ഷെ രാഷ്ട്രീയക്കാരാണോ ഈ വിഷയത്തിൽ നിലപാട് പറയേണ്ടത്? രാഷ്ട്രീയക്കാരാണോ അമ്പലത്തിനോ പള്ളിക്കോ ഉള്ളിലെ കാര്യങ്ങൾ മാറ്റേണ്ടത്? ശ്രീനാരായണ ഗുരുദേവൻ ആരാണ്? നേരത്തെ ചോദിച്ചു, ഈ സാമൂഹിക പരിഷ്കർത്താവ് ആരാണ്? ഒന്ന് ആലോചിച്ച് നോക്കുക. ശ്രീനാരായണ ഗുരുദേവൻ 44 അമ്പലങ്ങളാണ് പ്രതിഷ്ഠിച്ചത്. 22 ശിവക്ഷേത്രങ്ങൾ, 14 സുബ്രഹ്മണ്യ ക്ഷേത്രങ്ങൾ, ഗണപതി, ദേവി, ഭഗവതി, ശാരദാദേവി, കണ്ണാടി പ്രതിഷ്ഠ, ലാമ്പ് അടക്കം, സത്യം, ധർമ്മം, നീതി അടക്കം 44 ക്ഷേത്രങ്ങൾ പ്രതിഷ്ഠിച്ച വ്യക്തിയാണ് ഗുരുദേവൻ. ശ്രീനാരായണ ഗുരുദേവൻ രാഷ്ട്രീയക്കാരാണ് അഭിപ്രായം പറയേണ്ടതെന്ന് താങ്കൾ ചോദിച്ചു. സാമൂഹ്യ പരിഷ്കരണത്തിന്റെ കാര്യത്തിൽ അഭിപ്രായം പറയേണ്ടത് പിന്നെ ആരാണ്? അതായത് ആചാരങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അത് ഏതെങ്കിലും തരത്തിൽ നമ്മുടെ ഈ മുന്നോട്ട് പോക്കിനെ തടസ്സപ്പെടുത്തുന്നതോ അല്ലെങ്കിൽ മാനവികതയ്ക്ക് വിഘാതം ഉണ്ടാക്കുന്നതോ അല്ലെങ്കിൽ സമന്മാർ, തുല്യത എന്ന് പറയുന്ന അടിസ്ഥാന, താങ്കൾ പറഞ്ഞതുപോലെ ഭരണഘടനാ ആശയങ്ങൾക്ക് എതിരെ നിൽക്കുന്നതോ ഒക്കെ ആയ കാര്യങ്ങളാണെങ്കിൽ ആരാണ് പിന്നെ അതിൽ അഭിപ്രായം പറയേണ്ടത്? അമ്പലത്തിനോ പള്ളിക്കോ ക്രിസ്ത്യൻ പള്ളിക്കോ മുസ്ലിം പള്ളിക്കോ ഉള്ളിലുള്ള കാര്യമാണെങ്കിൽ അത് തീരുമാനിക്കേണ്ടത് അവിടുത്തെ വിശ്വാസികളാണ്, വിശ്വാസി നേതൃത്വമാണ്, ശ്രീനാരായണ ഗുരുദേവനെ പോലുള്ള വ്യക്തികളാണ്. ശ്രീനാരായണ ഗുരുദേവന്റെ ജീവിതത്തിൽ തന്നെ ഒരു ചരിത്രമുണ്ട്. അതായത് ശ്രീനാരായണ ഗുരുദേവൻ ഈഴവ സമൂഹത്തിന്റെ ഒരു ക്ഷേത്രത്തിലേക്ക് പോയപ്പോൾ പിന്നോക്ക സമൂഹക്കാരെ, അതായത് നമ്മുടെ അന്ന് ദളിതർ ഹരിജനങ്ങളായ സമൂഹക്കാരെ അവിടെ കയറ്റുന്നില്ല. അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ പറഞ്ഞിട്ട് പോലും അവർ കയറ്റാത്തൊരു അവസരം ഉണ്ടായി. അപ്പോഴാണ് ശ്രീനാരായണ ഗുരുദേവൻ കണ്ണടക്കുകയും അദ്ദേഹത്തിന്റെ കണ്ണിൽ നിന്ന് കരച്ചിൽ വരികയും അപ്പോൾ മഴ പെയ്യുകയും ചെയ്തു. അവർ ശ്രീനാരായണ ഗുരുദേവനോട് പറഞ്ഞു, 1 വർഷം കഴിഞ്ഞാൽ കയറ്റാമെന്ന്.
അപ്പൊ ശ്രീനാരായണ ഗുരുദേവൻ കരഞ്ഞപ്പോൾ പ്രകൃതിയിൽ മഴയുണ്ടായി എന്നും ഒരു വർഷം കഴിഞ്ഞല്ലോ, അതായത് വർഷം എന്ന് പറഞ്ഞാൽ മഴയെന്നും കൂടെ അർത്ഥമുണ്ട്, ഒരു വർഷം കഴിഞ്ഞല്ലോ ഇനി എല്ലാവരെയും കയറ്റാം എന്ന് ഗുരുദേവനും പറയുന്നുണ്ട്. അപ്പം ഗുരുദേവനെ പോലെ, മഹാത്മാഗാന്ധിയെ പോലെ, ചട്ടമ്പി സ്വാമികളെ പോലെ, രമണ മഹർഷിയെ പോലുള്ള ഒരുപാട് നേരത്തെ സന്നയം കവിക്കാട് ബ്രാഹ്മണരെ കുറിച്ച് പറഞ്ഞല്ലോ. ഇന്ത്യൻ നവോത്ഥാനത്തിന്റെ പിതാവ് ആരാണ്? രാജാ റാം മോഹൻ റോയ്. അദ്ദേഹം ബ്രാഹ്മണ സമുദായത്തിൽ ഇരിക്കുന്ന വ്യക്തിയാണ്. അപ്പോ എല്ലാ സമൂഹത്തിൽ നിന്നുമുള്ള ആൾക്കാർ നമ്മുടെ മഹത്തരമായ നവോത്ഥാനത്തിന് ഊന്നൽ നൽകിയിട്ടുണ്ട്. പക്ഷെ അവർ വിശ്വാസികളായിരുന്നു. ഒരു നിരീശ്വരവാദിയുമല്ല ഈ നാട്ടിൽ പരിഷ്കാരങ്ങൾ കൊണ്ടുവന്നത്. നിരീശ്വരവാദികളല്ല, വിശ്വാസികൾ തങ്ങളുടെ ഇടയിലുള്ള തെറ്റുകൾ തിരിച്ചറിഞ്ഞ് വിവേകാനന്ദ സ്വാമികളെ പോലെ വിശ്വാസികളാണ് ഇവിടെ വന്ന് നമ്മുടെ ജാതീയതയ്ക്കെതിരെ പറഞ്ഞത്. നിനക്കൊക്കെ ഭ്രാന്താണ്, നീ താമസിക്കുന്ന സ്ഥലം ഭ്രാന്താലയമാണെന്ന് പറയുന്നത് കാവ്യുടുത്ത സന്യാസിയായ, ഹിന്ദു സന്യാസിയായ, ഇന്ത്യയുടെ പാരമ്പര്യത്തിൽ അഭിമാനമുള്ള ഒരു വിവേകാനന്ദനാണ്. അതല്ലേ നമുക്ക് വേണ്ടത്. അപ്പം വിവേകാനന്ദ സ്വാമി ആകട്ടെ, ക്രിസ്ത്യൻ മുസ്ലിം സമൂഹത്തിലെ പരിഷ്കാരത്തിന്റെ അല്ലെങ്കിൽ പരിവർത്തനത്തിന്റെ ആൾക്കാരാകട്ടെ, വിശ്വാസികളാണ്. ഉള്ളിൽ നിന്നാണ് മാറ്റം വരേണ്ടത്. വിശ്വാസികളാണ് നേതൃത്വം കൊടുക്കേണ്ടത്. തീർച്ചയായിട്ടും നിരീശ്വരവാദികൾക്ക് അഭിപ്രായം പറയാം, യുക്തിവാദികൾക്ക് അവരുടെ കാഴ്ചപ്പാട് അവതരിപ്പിക്കാം. രാഹുൽ, താങ്കളുടെ ഈ വിഷയത്തിൽ ഒരു നിലപാട് എനിക്ക് ആ രീതിയിൽ ഒരു ക്ലാരിറ്റിയിൽ വന്നില്ല. അതായത് താങ്കൾ പറഞ്ഞത് സച്ചിദാനന്ദ സ്വാമികൾ പറഞ്ഞ അഭിപ്രായങ്ങളോട് ഇപ്പൊ പെരിഫറലായി മാറേണ്ട കാര്യങ്ങളുണ്ട്, അങ്ങനെ മാറ്റങ്ങൾ വരുത്താൻ പറ്റുന്ന കാര്യങ്ങൾ മാറുക തന്നെ വേണമെന്ന് താങ്കൾ പറഞ്ഞു. സച്ചിദാനന്ദ സ്വാമികളുടെ അഭിപ്രായമാണ് താങ്കൾക്കുള്ളതെന്ന് പറഞ്ഞു. അതായത് ആരാധനാലയങ്ങളിൽ മേൽവസ്ത്രം എന്ന നിബന്ധന ആ അർത്ഥത്തിൽ മാറ്റങ്ങൾക്ക് വിധേയമാകാം എന്ന അഭിപ്രായമാണ് ശ്രീ രാഹുൽ ഈശ്വറിനുള്ളതെന്നാണ് ഞാൻ കരുതുന്നത്. ഒരു കാര്യം ആഡ് ചെയ്തോട്ടെ. സച്ചിദാനന്ദ സ്വാമി, അതാണ് ഞാൻ പറഞ്ഞത്, സച്ചിദാനന്ദ സ്വാമികൾ ഒരു അഭിപ്രായം പറയുമ്പോൾ അതിനോട് ചേർത്ത് വെക്കാൻ ഒരു അഭിപ്രായം പറയാനുള്ള യോഗ്യത എനിക്കില്ല. എന്നിരുന്നാലും ഒരു അഭ്യർത്ഥന, അതായത് അമ്പലത്തിലെ ആചാരങ്ങളുടെ ഭാഗമായി പുരുഷന്റെ നെഞ്ചിലെ ചക്രത്തിലാണ് എനർജി സ്വീകരിക്കപ്പെടുന്നതെന്ന് ഒരു വിശ്വാസമുണ്ട്. സ്ത്രീകളുടെ നെറ്റിയുടെ ഇടയ്ക്കുള്ള ചക്രത്തിലാണ് സ്വീകരിക്കപ്പെടുന്ന വിശ്വാസമുണ്ട്. അങ്ങനെ താന്ത്രികപരമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. സച്ചിദാനന്ദ സ്വാമി നമ്മുടെ എല്ലാം ആദരിക്കുന്ന വ്യക്തിയാണ്. ശിവഗിരിയിൽ ഓണത്തിന് പോകാൻ ഭാഗ്യം ലഭിച്ച വ്യക്തിയാണ്. അദ്ദേഹത്തെ കാണുമ്പോൾ കാല് തൊട്ട് ആചാരനായി കരുതുന്ന വ്യക്തിയാണ്. അപ്പൊ അദ്ദേഹം പറയുമ്പോൾ രാഹുൽ ഈശ്വർ അല്ല, തന്ത്രിമാരുണ്ട്, മേൽശാന്തിമാരുണ്ട്, പൂജാരിമാരുണ്ട്. സച്ചിദാനന്ദ സ്വാമിജിയെ പോലെ ശ്രീനാരായണ ഗുരുദേവന്റെ ലെഗസിയിൽ വരുന്ന ഒരാൾ പറയുമ്പോൾ ഇവരെല്ലാം കൂടെ ചേർന്നാണ് തീരുമാനം എടുക്കേണ്ടത്. ഏതെങ്കിലും ഒരു വ്യക്തിയല്ല, ഇവരെല്ലാം കൂടെ. നമ്മുടെ ശബരിമല, ഗുരുവായൂർ, അറ്റുകാലടക്കമുള്ള പല അമ്പലങ്ങളിലും വിശ്വാസത്തിന്റെ കാര്യം പറയുമ്പോൾ വേദങ്ങൾ പഠിക്കാനും വേദങ്ങളിലെ വേദജ്ഞാനം എന്താണെന്ന് അറിയാനും തത്വങ്ങൾ എന്താണെന്ന് അറിയാനും സർവ്വതാ യോഗ്യരായിട്ടുള്ളവർ ബ്രാഹ്മണന്മാരാണ് എന്നൊരു വിശ്വാസവും ഉണ്ടായിരുന്നല്ലോ. അല്ല, ബ്രഹ്മജ്ഞാനികളാണെന്ന് മാത്രമേ ഉള്ളൂ നമ്മുടെ നാട്ടിൽ. അവർ ഇപ്പം വേദവ്യാസൻ, ഈ വേദങ്ങൾ ക്രോഡീകരിച്ച വേദവ്യാസൻ മുക്കുവത്തിയുടെ മകനാണ്, സത്യവതിയുടെ മകനാണ്. അപ്പൊ വേദവ്യാസൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ വാൽമീകി ഭിൽ സമുദായത്തിൽപ്പെടുന്ന വ്യക്തിയാണ്. ഇന്നത്തെ ഷെഡ്യൂൾ ട്രൈബാണ് വാൽമീകി. മുക്കുവത്തിയുടെ മകനാണ് നമ്മുടെ വേദവ്യാസൻ. അപ്പൊ ചരിത്രത്തിൽ നമുക്ക് തെറ്റുകൾ പറ്റിയിട്ടുണ്ട്, ഇല്ലെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ചരിത്രത്തിലെ തെറ്റുകൾ തിരുത്താനാണ് ബാബാ സാഹേബ് അംബേദ്കറും മഹാത്മാഗാന്ധിയും വിവേകാനന്ദ സ്വാമിയും ഒക്കെ വന്നിട്ടുള്ളത്. നമുക്ക് ചരിത്രത്തിൽ തെറ്റ് പറ്റിയിട്ടുണ്ട്, ജാതിയുടെ പേരിലും ജാതീയതയുടെ പേരിലും തെറ്റ് പറ്റിയിട്ടുണ്ട്. പക്ഷെ എന്നും അത് പറഞ്ഞ് ഹിന്ദു ധർമ്മത്തെ മോശമായി ചിത്രീകരിക്കുന്നത് ശരിയല്ല. സച്ചിദാനന്ദ സ്വാമികൾ അടക്കമുള്ള ഒരു ഹിന്ദു ധർമ്മവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അഭിപ്രായം പറയുമ്പോൾ ഇതര വിശ്വാസധാരകളുമായി താരതമ്യം ചെയ്ത് വേണമോ ആ കാര്യങ്ങളിൽ തീരുമാനമെടുക്കാൻ എന്നൊരു ചോദ്യമുണ്ട് രാഹുൽ.